വെച്ചാൽ ഇതേപോലെയുള്ള കുറച്ചധികം 2 ലക്ഷം ആനകളെ ഞാനിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഡെയിലി ലൈഫിലുള്ള പ്രാക്ടീസ് ആണത്. കോമൺ മാന് ഫിസിക്കലി ഇതൊന്ന് ഫീൽ ചെയ്യാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ്സ് ഇല്ലാത്തൊരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക പോലും ഇല്ല. നമ്മളൊരു ഷോപ്പിൽ പോവാണ്, അപ്പോൾ ഷോപ്പിൽ നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ്, ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ടൈമിനോട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ്, ഹവർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കുക, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കാം. പക്ഷെ ഇതിലൊക്കെ നമ്മൾ യൂണിറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഒരു കോമൺ മാന് ഫിസിക്കലി ഇതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുളോം എന്ന് പറയുന്ന ചാർജിന്റെ ഒരു യൂണിറ്റ്. ഈ ചാർജിന്റെ ഈ കുളോം എന്ന് പറയുന്ന യൂണിറ്റിനെ നമുക്ക് എങ്ങനെ ഒന്ന് ഫിസിക്കലി ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുളം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്, അറിയാലോ. ഈ കുളം നമ്മൾ ഒരിക്കലും ഒരു ഫിസിക്കൽ ഫെമിലിയാരിറ്റി ഉള്ള ഒരു യൂണിറ്റ് അല്ല. നമ്മൾ ഈ മീറ്റർ, കിലോഗ്രാം, ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫിസിക്കലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത, നമ്മൾ ഡെയിലി ഡീൽ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. അതെ. അപ്പോൾ ഈ കുളം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു വിഷ്വലൈസ് ചെയ്യാനോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ ഇമാജിൻ ചെയ്യാനോ പറ്റാത്തൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കൂളോം ചാർജുള്ള 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഇത് 1 മീറ്റർ ദൂരത്തിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അതിനിടയിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 9 ബില്യൺ ന്യൂട്ടൺ വരും. ആലോചിച്ചു, അത്ര വലിയ ക്വാണ്ടിറ്റി. ഒരു ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ട ഫോഴ്സ്, ഇതാണ് ഒരു ന്യൂട്ടൺ. ബേസിക്കലി ഡെഫിനേഷൻ വേറെ ഉണ്ട്. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ പെർ സെക്കൻഡ് ആക്സലറേറ്റ് ചെയ്യിക്കാൻ വേണ്ട ഫോഴ്സ്, ഇതാണ് ഒരു ന്യൂട്ടൺ. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം മാസുള്ള ഒബ്ജക്റ്റിനെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ട ഫോഴ്സാണ് ഒരു ന്യൂട്ടൺ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു കുളം ചാർജുള്ള 2 പാർട്ടിക്കിൾസ് 1 മീറ്റർ ദൂരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ 9 ബില്യൺ ന്യൂട്ടൺസ് ആണ് ഫോം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഉദാഹരണത്തിന് ഒരു എലിഫന്റിന്റെ ഭാരം 4500 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുക, ആവറേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 ബില്യൺ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം ആനകളെ ഞാനിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ എത്ര ഫോഴ്സ് വേണോ അത്രയും വലിയൊരു ഫോഴ്സാണ്. ഇതിന്റെ ഒരു മാസീവ്നെസ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെയാണ് ഈ 1 കൂളം എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും നമുക്ക് 1 മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ കഴിയുന്നതും. അതെ, ഒരു കുളവും നമുക്ക് സങ്കല്പിക്കാൻ പോലും ഇല്ല. ഒരിക്കലും നമുക്ക് മീറ്റർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് 1 മീറ്റർ ലെങ്ത് ഉള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ട്, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ട്, അത് കോമൺലി 1 മീറ്റർ ലെങ്ത് ഉള്ള മീറ്റർ സ്കെയിൽ ആയിരിക്കും. അല്ലെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ആ 1 കിലോഗ്രാമുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. അത് നമ്മളെ ഡെയിലി ലൈഫിലുള്ള പ്രാക്ടീസ് ആണത്. അതുപോലുള്ള യാതൊരുവിധ ഒരു ഫെമിലിയാരിറ്റി നമുക്ക് ഈ കൂളം വൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു മാസീവ്നെസ് മനസ്സിലാക്കാണ്ട് നമ്മൾ ഒരു സയൻസ് കമ്മ്യൂണിറ്റി പോലും ഈ ഒരു മാസീവ്നെസ് മനസ്സിലാക്കാതെയാണ് ഈ ഒരു യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യുന്നു, പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇത് എന്ത് എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുമില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പൊ ഒരു എലിഫന്റിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് ഇമാജിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ശരിക്കും ഈ സയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടുകളുടെ ഒരു കളക്ഷനാണ്. അത് ഈ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെയുള്ള കുറച്ചധികം സയൻസ് ഫാക്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.